ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. നമുക്ക് കാണാനുള്ള കഴിവ് നൽകുന്നതിനായി പരിണമിച്ച അത്ഭുതകരമായ ഒരു അവയവമാണല്ലേ മനുഷ്യന്റെ കണ്ണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ച സങ്കീർണമായ ഒരു അവയവമാണ് മനുഷ്യന്റെ കണ്ണ്. നമുക്ക് കാണാനുള്ള കഴിവ് നൽകുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിരവധി വ്യത്യസ്ത ഭാഗങ്ങൾ കണ്ണിലുണ്ട്. നമുക്ക് ഓരോന്നായി പഠിച്ചാലോ? അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണിന്റെ പ്രധാന പാളികൾ ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ്? ദൃഢപടലം അഥവാ സ്ക്ലേറ, രക്തപടലം അഥവാ കോറോയിഡ്. അടുത്തത് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. ഏതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. ഓക്കെ ആണല്ലോ. ദൃഢപടലം കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി ഏതാണ്? ദൃഢപടലമാണ്. ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് സുതാര്യമായതും മുന്നോട്ട് തള്ളിയും നിൽക്കുന്നതുമായ ഭാഗം ഏതാണ്? കോർണിയ. കോർണിക ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? കൺജക്റ്റീവ. കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാണ്? കൺജക്റ്റീവ. ഇനി പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയാണ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏതാണ്? കോർണിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറോയിഡ്. റെറ്റിനയ്ക്കും സ്ക്ലേറയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോറോയിഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റെറ്റിനയ്ക്കും സ്ക്ലേറയ്ക്കും ഇടയിലാണ് കോറോയിഡ് സ്ഥിതി ചെയ്യുന്നത്. ഹ്യൂമൻ കോറോയിഡ് കണ്ണിന്റെ അങ്ങേയറ്റത്തെ പിൻഭാഗത്ത് 0.2 മില്ലിമീറ്റർ കട്ടിയുള്ളതാണ്. എന്നാൽ പുറം പ്രദേശങ്ങളിൽ ഇത് 0.1 മില്ലിമീറ്റർ ആയി ചുരുങ്ങുന്നു. കോറോയിഡ് റെറ്റിനയുടെ പുറം പാളിക്ക് ഓക്സിജനും പോഷകവും നൽകുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കുറച്ചു കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. കോർണിയയുടെ പിന്നിലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഐറിസ്. ഐറിസിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ഐറിസിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന സുഷിരം പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് വലുപ്പം ക്രമീകരിക്കുന്ന ഭാഗമാണ് പ്യൂപ്പിൾ. ഒന്നുകൂടെ പറയാം. കോർണിയയുടെ പിന്നിലായി കാണപ്പെടുന്ന ഭാഗം ഐറിസ്. ഐറിസിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിൻ. ഐറിസിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന സുഷിരം പ്യൂപ്പിൾ. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് വലിപ്പം ക്രമീകരിക്കുന്ന ഭാഗമാണ് പ്യൂപ്പിൾ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദൃഷ്ടിപടലം അഥവാ റെറ്റിന. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരിക പാളിയാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ഓക്കെ ആണല്ലോ. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരിക പാളി. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന. റെറ്റിനയിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? റെറ്റിനയിൽ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതയാണ് യഥാർത്ഥവും തലകീഴായതും. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്നായി പഠിക്കാം. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട്. ഇനി പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ഓക്കെ, അന്ധബിന്ദു. പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ഇനി പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നതാണ് നേത്രനാഡി. ഓക്കെ, പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നതാണ് നേത്രനാഡി. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണിന്റെ ലെൻസ്. കണ്ണിന്റെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഇനി ലെൻസിനെ ചുറ്റി കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള പേശികളാണ് സിലിയറി പേശികൾ. ഓക്കെ ആണല്ലോ. ഇനി കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറ ഏതാണ്? അക്വസ് അറ. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ഓക്കെ. ഇനി കണ്ണിന്റെ ആകൃതി
നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് aqueous ദ്രവം. ഇനി ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? വിട്രിയസ് ദ്രവം. ഒന്നുകൂടെ പറയാം. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് aqueous അറ. aqueous അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? aqueous ദ്രവം. കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവമാണ് aqueous ദ്രവം. ഇനി ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം വിട്രിയസ് ദ്രവം. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോശങ്ങളെ കുറിച്ചിട്ടാണ്. രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട്, റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ എന്താണ് പറയുന്നത്? മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്നത് റോഡ് കോശങ്ങളാണ്. ഇനി റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ്, റെഡോക്സിൻ. ഓക്കെ, റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റെഡോക്സിൻ. ഇനി കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങൾ. കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഫോട്ടോസ്പിൻ. ഓക്കെ,